രജിസ്റ്റർ ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം നമ്മുടെ ഫ്രണ്ട് അയച്ചു തന്ന ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കാണ് പോവുക. ഓക്കെ, വിൻബക്സ് മെമ്പർ രജിസ്ട്രേഷൻ എന്നുള്ള പേരിലേക്ക് പോകും. അവിടെ നമ്മൾ ആദ്യം നമ്മുടെ പേരാണ് അടിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പേര് ഇവിടെ അടിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റെഫറൽ ഐ ഡി ഓട്ടോമാറ്റിക് അവിടെ വരുന്നതാണ്. അവിടെ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. അതിന് തൊട്ട് താഴെ കൺട്രി എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്തിട്ട് ഇന്ത്യ. അപ്പോൾ 91+91 അവിടെ ഇന്ത്യ എന്ന് അടിച്ചു കൊടുത്താൽ മതി. IND ഇന്ത്യ എന്ന് അടിക്കുമ്പോൾ തന്നെ അവിടെ വരും. ഇന്ത്യ 91 വരും. ഫോൺ നമ്പർ നമ്മളവിടെ അടിച്ചു കൊടുക്കണം. ഓക്കെ, അതേപോലെ തന്നെ യൂസർ നെയിം നമ്മൾ എന്തെങ്കിലും ഒരു യൂസർ നെയിം കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു യൂസർ നെയിം കൊടുക്കുകയാണ്. ജസ്റ്റ് പേര് തന്നെ കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് വെരിഫൈഡ് ആണ്, കുഴപ്പമില്ല. ഇമെയിൽ ID ഇതേപോലെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കണം. ഓക്കെ, ഇമെയിൽ അടിച്ചിട്ട് ഒരു പാസ്വേഡ് അടിക്കണം. പാസ്വേഡ് നമ്മൾ 2 പ്രാവശ്യം അടിച്ചിട്ട് രജിസ്റ്ററാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളിങ്ങനെ പാസ്വേഡ് 2 പ്രാവശ്യം അടിച്ചു കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പ്ലീസ് ചെക്ക് യുവർ ഇമെയിൽ എന്ന് പറഞ്ഞിട്ടൊരു OTP അടിക്കാൻ വേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ നേരെ പോയിട്ട് നമ്മുടെ ഇമെയിൽ എടുക്കണം. ഓക്കെ, ഇമെയിൽ ഞാനിവിടെ ഇമെയിൽ എടുക്കാൻ പോവാണ്. ഇമെയിൽ ക്ലിക്ക് ചെയ്തു. ഇമെയിൽ എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇമെയിലിൽ ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, അതിന് ഇൻബോക്സ് എടുത്തിട്ട് പ്രൈമറിയിൽ നോക്കുന്ന സമയത്ത് നമുക്കൊരു ഇമെയിൽ ഇവിടെ വരും. അത് വന്നിട്ട് അതിൽ 4 അക്ക OTP ഉണ്ടാവും. ആ OTP ആണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, ഇതിൽ ഒരു ഓക്കെ, നമുക്ക് ഇമെയിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഇമെയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമെയിൽ വന്നിട്ടുണ്ട്. winbucks.io എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വരും. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു കോഡ് നമ്പർ ഉണ്ടാവും. ഓക്കെ, 0051 ആണ് ഇവിടുത്തെ നമ്മളെ കോഡ്. അതിവിടെ നമ്മൾ അടിച്ചു കൊടുക്കുക. ഇവിടെ അടിച്ചു കൊടുക്കണം. 0051 അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് വെരിഫൈ ആവും. ഓക്കെ, നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഇങ്ങനെ നമ്മൾ ഒരു ഡാഷ്ബോർഡ് വരും. അവിടെ കംപ്ലീറ്റ് യുവർ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ്റെ അവിടെ പേ $66 USDT എന്നുള്ളതിന് മേലെ ക്ലിക്ക് ചെയ്യാം. അതിന് മേലെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു അഡ്രസ്സ് വരും. ഇത് എന്താ USDT BEP20 അഡ്രസ്സാണ്. ഈ അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ നമ്മളെ ഡോളർ ഉള്ളത്, ആ ഡോളറുള്ള ട്രസ്റ്റ് വാലറ്റ് ബിനാൻസ് അവിടെ കൊണ്ടുപോയിട്ട് ആ ഡോളർ ഇങ്ങോട്ട് സെൻഡ് ചെയ്യണം. ഓക്കെ, അതാണ് നമുക്ക് അടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെൻഡ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ നമുക്കൊരു ട്രാൻസാക്ഷൻ ഹാഷ് അവർ ചോദിക്കും. ആ ട്രാൻസാക്ഷൻ ഹാഷ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ പേയ്മെൻറ്റ് ഇങ്ങോട്ട് വരികയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അഡ്മിൻ അത് അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ID ആക്റ്റീവ് ആവാം. ഓക്കെ, താങ്ക് യു.